ഏതായാലും ഒരു കാര്യം നീ ഓർത്തോ, ഈ നിമിഷം മുതൽ നിനക്കവളെ കാണാൻ കഴിയല്ലേ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ആദ്യം എന്റെ കൺമുമ്പിൽ വന്ന് പെടണം. പിടിവരെ ഒരു കത്തി ഞാൻ അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുമെന്ന് ഉറപ്പാ. എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ? എന്റെ രാധേ തലച്ചോറടിച്ച് ഞാൻ ചതറിപ്പിക്കും. എന്നെ നിങ്ങൾക്ക് അറിയില്ല. സാറേ വേണ്ട. നായ, നീയാ ഈ സ്ത്രീക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതും എന്റെ ഉപ്പൻ ചോറും തിന്നോണ്ട്. വാടാ വാടാ ഇവിടെ. ഇറങ്ങി പോടോ. മേലിൽ ഈ വീടിന്റെ പടി നീ ചവിട്ടരുത്, മനസ്സിലായോടാ? നീ എന്താടാ കാണിച്ചത്? വേലയിനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളാ തെറ്റ് ചെയ്തത്. അവന്റെ മുഖത്തല്ല, മനസ്സുകൊണ്ട് നിങ്ങളുടെ ചെകിട്ടത്താ ഞാൻ അടിച്ചത്. ഈ കൈ കൊണ്ട് തന്നെ. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, എന്റെയും രാധയുടെ ഇടയിൽ കയറി നിൽക്കാൻ വരരുതെന്ന്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ വന്നാൽ അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ഈ മേഘനാഥൻ മറക്കും. ചെകിട്ടത്തടിച്ച് ഈ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. സാർ, സാർ, ഈ ചിത്രം സാറിന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. കൈതട്ടിയോ മറ്റോ താഴെ പോയതായിരിക്കും. കട്ടിലിന്റെ കീഴെ കിടക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടാടാ നിന്റെ ബോധം? ആ ചിത്രം ഞാൻ എടുത്തൊന്നും പറഞ്ഞല്ലേ ഇത്ര നേരം നീ കൊലവിളി നടത്തിയത്? ഇനി നിനക്കൊന്നും പറയാനില്ലേടാ? എടാ ഇല്ലെന്ന്. ആരും അത്ര നല്ലവരൊന്നും അല്ലെന്ന് എനിക്കറിയാം. വീണടത്ത് കിടന്ന് ഉരുണ്ടോ? ചെളി പറ്റുന്നതും നിന്റെ ദേഹത്ത് തന്നെയാ, അത് മറക്കരുത്. ഞാൻ സഹിച്ചു. നീ സഹിക്കും. ഏതും നാണക്കേടും സഹിക്കാൻ പറ്റുന്നത്ര കഴിവുള്ള തൊലിയും ഫിറ്റ് ചെയ്താണല്ലോ ആ രാധയുടെ പിന്നാലെയുള്ള നിന്റെ ഈ നെട്ടോട്ടം. ഇത് നിന്നെ എന്തുമാത്രം പരിഹാസ്യനാക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല. നിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം ആ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി അടിയറോ വെച്ചിരിക്കാ നീ. അധപ്പതനത്തിന്റെ അങ്ങേ അറ്റം. മതി, ഇനി കൂടുതലൊന്നും പറയണ്ട. ഇത് എന്റെ വീടാ. എന്റെ ഇഷ്ടത്തിനെ ഞാൻ പെരുമാറും. തല്ലും ചവിട്ടും ചീത്തവിളി അതൊക്കെ സഹിക്കാൻ സൗകര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. ആരൊക്കെ നിന്നാലും പോയാലും എനിക്കൊന്നുമില്ല. ഇനി എന്റെ ജീവിതത്തിൽ രാധ മാത്രം മതി. ഭവാനിയമ്മേ, ഞാൻ ഇറങ്ങോ? വേലയാ, സാരമില്ല, നീ കയറുവാ. ഇല്ല ഭവാനിയമ്മേ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാനല്ലേ വിളിക്കുന്നത്. നിർബന്ധിക്കരുത് ഭവാനിയമ്മേ. വേലയ്യൻ വെറുമൊരു തെരുവ് നായല്ല. കൊച്ചമ്മയെ വിട്ട് ഞാൻ പോകില്ല. പക്ഷേ ഇനി ഇവിടെ താമസിക്കാൻ വയ്യ. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം ശരിയാക്കിത്താ. ചെറിയൊരു ജോലിയും. ഈ നാട്ടില് എനിക്കാരെ അറിയാത്തതുകൊണ്ടാ. ശരി, ഞാനൊരു അഡ്രസ്സ് തരാം. പണ്ട് എൻ്റെ അടുത്തുനിന്ന് കുറെ പണം കടം വാങ്ങി ബിസിനസ് തുടങ്ങിയ ആളാ. നീ ആളെ ചെന്ന് കാണും. അവിടെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് ഇന്നാൾ പറഞ്ഞായിരുന്നു. ആരാ അയാള്? ദാമോദരൻ. വീട്ടിൽ തന്നെ ചില്ലറ സ്വർണ്ണപ്പണയവും പലിശയ്ക്ക് പണം കൊടുക്കലും ഒക്കെ ആയിട്ട് കൂടിയിരിക്കുക. മുഴുവൻ പേര് ദാമോദര കൈമളന്ന.
നിങ്ങളായിരുന്നു. കാണാൻ 2 സ്ത്രീകൾ വന്നു പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ല കസ്റ്റമേഴ്സും ആയിരിക്കും. ഇവിടെ പണ്ട് പലഹാരങ്ങൾ സപ്ലൈ ചെയ്തത് നിങ്ങളാണെന്നുള്ള ആരും ഓർത്തില്ല. സോറി ചേട്ടാ, ഒഴിവാക്കാൻ വയ്യാത്ത കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ടതുകൊണ്ടാ ഇടയ്ക്ക് യൂണിറ്റ് സപ്ലൈ നിർത്തിയത്. എല്ലാവരും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയില ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നതും അഡ്വാൻസ് ഹെൽപ്പ് ചോദിച്ചു വന്നതും. നിങ്ങൾ തിരിച്ചു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നാം തരം ക്വാളിറ്റി ആയിരുന്നല്ലോ നിങ്ങളുടെ പലഹാരങ്ങളെല്ലാം. നിങ്ങളുടെ പലഹാരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്. അതേ ഗുണനിലവാരത്തിൽ തന്നെ ആരംഭിക്കണമെന്ന ചേട്ടാ ഞങ്ങൾക്ക്. അത് അഡ്വാൻസായി കുറച്ച് പൈസ തരണമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊരു 10,000 രൂപ കിട്ടിയ നന്നായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചത്ര പണം തരാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും എത്ര തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ഓണറുമായി സംസാരിക്കട്ടെ. ശരി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഞാനിപ്പോ വരാം. എന്തൊരു ചൂടായത്. ആ, ഇവിടെ നിന്നൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചുകളെ. ആ, എന്റെ ദൈവമേ, ഇത് സുഭദ്ര തമ്പുരാട്ടിയല്ലേ? ഓണറോട് ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനോട് മുതലാളിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് ആവശ്യപ്പെട്ട തുക തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാ ക്യാഷ് ചെക്ക് പിടിച്ചേ. താങ്ക് യു ചേട്ടാ, വലിയ ഉപകാരമായി. ഞങ്ങളാ താങ്ക്സ് പറയേണ്ടത്. അത്രയ്ക്ക് പോപ്പുലറാ നിങ്ങളുടെ സ്വീറ്റ്സ് ഒക്കെ. അതിന്റെ ക്രെഡിറ്റ് ഈ സീതമ്മയ്ക്കാ. ഈ കൈപുണ്യമാ എല്ലാത്തിനും രുചി നൽകുന്നത്. അയ്യോ, അതൊക്കെ വെറുതെയാ. ഞാൻ കൂട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് സത്യ. പക്ഷേ മോളുണ്ടാക്കുന്നതിന്റെ രുചിയാ എനിക്ക് പോലും വലിയ ഇഷ്ടം. എന്തായാലും നന്നായി വരട്ടെ. ഇനിയെങ്കിലും മുടക്കമില്ലാതെ സപ്ലൈ നടത്തിയാ മതി. തീർച്ചയായിട്ടും ചേട്ടാ, പലഹാരങ്ങളെല്ലാം കൃത്യം പാക്ക് ചെയ്ത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചിരിക്കും. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി, നന്നായി വരട്ടെ. എടുത്തുനിന്ന് ഇതുപോലെ അഡ്വാൻസ് കിട്ടിയത് നന്നായല്ലേ സീതമ്മേ? അതെ, ഇനിയിപ്പോ സ്വർണം പണയം വെച്ച ആ കാശൂടി ചേർത്താ ഫീസ് അടയ്ക്കാനുള്ളതായല്ലോ. അതെ അതെ, ആ ദാമോദര കൈമളുടെ അടുത്ത് പണയം വെച്ചത് ഭാഗ്യമായി. പലിശ ഇത്തിരി കൂടുതലാണെങ്കിലും ഗ്രാമിന് മറ്റുള്ള ഫിനാൻസ് കമ്പനിക്കാർ തരുന്നതിനേക്കാൾ 1000 രൂപ വെച്ചല്ലേ കൂടുതൽ തന്നത്. പോ. ഇവർ ഈ പറഞ്ഞ ദാമോദര കൈമളുടെ കാര്യമല്ലേ ഭവാനിയമ്മയും പറഞ്ഞത്? അപ്പോൾ അയാളുടെ ഏരിയയിൽ എവിടെയോ ആണ് ഇവരുടെ താമസം. ആ വീട്ടിൽ ചെന്ന് കൂടുതൽ അന്വേഷിക്കാം. സത്യമാണോ വേലയ്യ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 100% സത്യമാണ് ഭവാനിയമ്മേ. കോട്ടയ്ക്കൽ ഭഗവതിയാണ് സത്യം. രാധയെ ഞാൻ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. ഞാൻ ആദ്യം കരുതിയത് സുഭദ്ര കുഞ്ഞ് പുതിയ വേഷം ധരിച്ചു വരുന്നെന്നാ. പിന്നീട് ആലോചിച്ചപ്പോഴാ മനസ്സിലായത് അത് രാധക്കുഞ്ഞായിരിക്കുമെന്ന്. ഇതെന്തൊരു അതിശയമായിരിക്കുന്നു വേലയ്യ. മേഘ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ഞാൻ നിന്നെ കൈമളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും കൃത്യമായി രാധ അവിടെ വരാനും എനിക്കെന്തോ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ. അതെ, വലിയ അതിശയം തന്നെയായിരുന്നു ഭവാനിയമ്മേ. സത്യം പറഞ്ഞ
ആദ്യം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. എത്രയോ കാലമായി മേഘൻ സാറ് എവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നതാ. ലോകം മുഴുവൻ ഉഴുതു മറിക്കുകയല്ലേ. എന്നിട്ടും ആ രാധ നമ്മുടെ മൂക്കിന് കീഴിക്കൂടെയാ നടക്കുന്നത്. സത്യം പറഞ്ഞ ഞാനിത് വന്ന് പറഞ്ഞ കൊച്ചമ്മ വിശ്വസിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമാണെന്നാ. അതാ മേഘന്റെ വലയിൽ കുടുങ്ങേണ്ട സ്രാവ് നമ്മുടെ ചൂണ്ടയിൽ വന്ന് കുടുങ്ങിയത്. എന്തായാലും നമുക്കിത് എത്രയും പെട്ടെന്ന് മേഘൻ സാറിനെ അറിയിക്കണം. അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഞാനും ഭവാനിയമ്മയും ഒരുമിച്ച് ചേർന്ന് രാധയെ സാറിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഇക്കാര്യം നമ്മൾ പറഞ്ഞ സാറിന് നമ്മളോടുള്ള മതിപ്പ് കൂടുമല്ലോ എന്ന് കരുതി. ഏതോ കള്ളത്തരം മേഘൻ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണല്ലോ രണ്ടിൻ്റെയും പ്ലാൻ. ഓ, എന്താണെന്ന് നോക്കാം. ഭവാനിയമ്മ തന്നെ സാറിനോട് കാര്യം പറഞ്ഞാട്ടെ. നിക്ക് വിലയാ. ഇങ്ങനെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും വിഡ്ഢികളുടെ ലക്ഷണം. മേഘൻ തലയും കുത്തി നിന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത രാധ നിന്റെ മുമ്പിൽ വന്ന് ചാടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാധ ഇവന്റെ മുമ്പ് ചെന്ന് ചാടിയെന്നോ? അത് വെറുതെ. രാധയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. അതാണ് ഈശ്വര നിശ്ചയം. നമ്മളിപ്പോ എന്ത് തീരുമാനം എടുക്കാനാ ഭവാനിയമ്മേ? മേഘൻ സാറല്ലേ രാധയെ വേണമെന്ന് സദാസമയവും ജപിച്ച് ഭ്രാന്തിളകി നടക്കുന്നത്. അതെ, അവന് ഭ്രാന്ത് തന്നെയാ. പക്ഷേ അത് കുറയ്ക്കാനുള്ള മരുന്ന് രാധയെ കണ്ടുപിടിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുക്കാന്നുള്ളതല്ല. അങ്ങനെ ചെയ്താ ഇനി ഒരിക്കലും മേഘനെ പഴയ മേഘനായി നമുക്ക് തിരിച്ചു കിട്ടില്ല. അവൻ രാധയുടെ കാൽക്കീഴിൽ ചുരുണ്ടു കിടക്കുന്ന വാലാട്ടിയായിട്ട് മാറും. അവള് പറഞ്ഞാൽ എന്തുമനുസരിക്കുന്ന പെറ്റമ്മയായ എന്നെ പോലും തള്ളിക്കളയാനോ ഇല്ലാതാക്കാനോ മടിക്കാത്തവൻ. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ഭവാനിയമ്മ പറയുന്നത്? തൽക്കാലം മേഘൻ നമ്മുടെ നാവിന്ന് രാധയെക്കുറിച്ചൊന്നും അറിയണ്ട. എന്നാൽ നമ്മൾ രാധയെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. പക്ഷെ നമുക്കെന്തിനാ രാധയെ കൊല്ലാൻ. ആരുമറിയാതെ ഒരു നരബലി. അതോടെ അവസാനിക്കണം എന്റെ മകന്റെ ഭ്രാന്ത്. പഴയതുപോലെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അനുസരണയുള്ള മകനായി അവൻ മാറണം. അതിന് ഇത് മാത്രം വഴി. രാധയെ എത്രയും വേഗം കണ്ടെത്തുക, ആ അധ്യായം അവസാനിപ്പിക്കുക എന്നേക്കുമായി. നമ്മളത് ചെയ്യും, ഉടൻ തന്നെ. അച്ചു, എടാ അവിടെ നിൽക്കാൻ. ഇത്തിരി ചോറുണ്ടണമെങ്കിൽ ഞാൻ ഈ വീട് മുഴുവൻ ഓടണോ നിന്റെ പുറകെ? നല്ലൊരു കഥ പറഞ്ഞു തരാമോ? എങ്കിലേ ഞാൻ ചോറ് കഴിക്കോളൂ. ആഹാ, അല്ലാതെ തന്നെ നിന്നെ കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡാ, ഇവിടെ വരാ. അച്ചുട്ടാ, നിക്ക്. അച്ചു മോനെ, നിക്കാൻ. നിക്കടാ അവിടെ. ആഹാ, വാ കേറ്. കഥ കേട്ട് മാമുണ്ണന്റെ പ്രായമൊക്കെ കഴിഞ്ഞു. തന്നെ വാരി കഴിക്കാറായി. അപ്പോഴാ കുഞ്ഞുകളിയും കൊഞ്ചലും അവന്. ഇത് രാധയാണെന്ന് ഉറപ്പിക്കാം. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് കേട്ടതും സത്യമായി. ഏയ് അച്ചു, ദേ മര്യാദക്ക് ഇങ്ങ് വാച്ചു. ദേ ഈ ഒരു ഉരുള കഴിച്ചേ പെട്ടെന്നാവട്ടെ. ആദ്യം കഥ പറഞ്ഞു തരാന്ന് സമ്മതിക്ക്. ശരി, പറഞ്ഞു തരാം. ഇപ്പൊ ഒന്ന് ആഹാരം കഴിക്ക്. പറ്റിക്കില്ലല്ലോ. ഇല്ലെന്നേ.
ശ്ശെടാ, ഈ ചെറുക്കനെ ഇതെന്നാ മനസ്സിലാവാത്തെ? ഇത്രയും വലിയ കൊച്ചിന്റെ അമ്മയാവാനുള്ള പ്രായമൊന്നും രാധകില്ലല്ലോ. അപ്പൊ പിന്നെ ആരായിരിക്കും അവൻ? ആ ആ ഞാൻ കഴിച്ചല്ലോ. ഇനി പറ കഥ എന്താന്ന്. പറയാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടില് ആമയും മുയലും ഉണ്ടായിരുന്നു. രണ്ടാളും ഓട്ടപ്പന്തയം നടത്തി. മുയല് കിടന്നുറങ്ങിയപ്പോൾ ആമ പന്തയം ജയിച്ചു. ഇതൊക്കെ എത്ര തവണ കേട്ടതാ. പുതിയ കഥ പറ, എന്നാലേ ഞാൻ ഇനി കഴിക്കൂ. ഷെടാ, നീ കേൾക്കാത്ത കഥ ഇനി ഞാൻ എഴുതി ഉണ്ടാക്കേണ്ടി വരുമല്ലോ. പറയാന്ന് പറഞ്ഞതല്ലേ, അപ്പൊ ഉണ്ടാക്കണം. ഉം. ഉദാഹരണത്തിന് ഒരു രാജാവിന്റെ കഥ പറ. രാജകൊട്ടാരത്തിന്റെയും പടയാളികളുടെയും പ്രജകളുടെയും കഥ പറ. കേൾക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കഥ പറ അമ്മേ. അമ്മ എന്താ ഈ ആലോചിക്കുന്നേ? പറയാം. ഒരു രാജാവിന്റെ കഥ തന്നെ പറയാം. ആ രാജാവ് വാണ ദേശത്ത് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യാനോ വേട്ടയ്ക്ക് പോകാനോ ജനങ്ങളെ കൊള്ളയടിച്ച് ഖജനാവില് നികുതിപ്പണം നിറയ്ക്കാനോ ഈ രാജാവിന് അശേഷം താല്പര്യമില്ലായിരുന്നു. സാഹോദര്യമായിരുന്നു രാജാവിന്റെ മതം. പ്രജകളുടെ ഐശ്വര്യവും സമാധാനവുമായിരുന്നു ഏക ലക്ഷ്യവും. പക്ഷേ എന്താ അമ്മേ? ആ നല്ലവനായ രാജാവിന് പിന്നെന്ത് പറ്റി? രാജകുമാരിക്ക് വരനെ തിരഞ്ഞെടുത്തപ്പോ മാത്രം ആ രാജാവിന് തെറ്റുപറ്റിപ്പോയി. രാജവെമ്പാലേക്കാൾ വിഷമുള്ള ഒരു ഘോര സർപ്പമായിരുന്നു രാജകുമാരനായി വേഷം കെട്ടിവന്ന് രാജകുമാരിയെ വരിച്ചത്. അവന്റെ ചതിയിൽ ആദ്യം രാജാവ് കൊല്ലപ്പെട്ടു. പിന്നാലെ ആ രാജകുമാരിയും. അയ്യോ, ഈ കഥ കൊള്ളില്ലല്ലോ. അതെന്താ? നല്ല കഥയാണെങ്കിൽ രാജാവ് ജയിക്കണം. ആ ചീത്ത രാജകുമാരനെ കൊല്ലണമായിരുന്നു രാജാവ്. ജീവിതം അങ്ങനെയൊക്കെ ആച്ചു. നല്ല മനുഷ്യരെ എപ്പോഴും ജയിക്കണമെന്നില്ല. ഇത് കൂടെ കഴിക്കേ. വേണ്ട, കഴിക്കില്ല. ഒറ്റ കഥയും പറഞ്ഞ എന്നെ പറ്റിച്ചില്ലേ? അച്ചു, അച്ചുടാ, അച്ചു, നിക്കട അവിടെ. കള്ളന്മാരൊക്കെ വെള്ളം മുൻപ് കൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. കലികാലം തന്നെ. ഇവരുടെ തലക്കിട്ടൊന്നും കൊടുക്കണമെങ്കിൽ ഏണി ചാരി വെച്ച് കയറണമല്ലോ ഭഗവാൻ. ഷോ
എന്നെ വിട്. ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കനാ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? എന്നെ വിട്. വിടൂടാ നിന്നെ. ഞാനൊരു കുഴപ്പത്തിന് വന്നതല്ല. നീ ഒരു കള്ളനല്ലേടാ. പതുക്കി നിന്ന് ആരും ഇല്ലെന്ന് കാണുമ്പോ ഓട്ടിക്കലല്ലടാ നിന്റെ പണി. എന്നെ വിടാൻ. വിടാനല്ലേ പറഞ്ഞു. നിന്നെ ഇന്ന് ഞാൻ എന്നെ വിട്. ആരാത്? ആരാത്? അയ്യോ